മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും ഉണ്ണിയും ദുർഗയുമെല്ലാം വാമദേവനെയും പ്രതാപനെയും കാണുന്നില്ലാത്ത വളരെ സങ്കടത്തിൽ ഇരിക്കുകയാണ്. എന്ത് പറ്റി കാണും, എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ഓർത്ത് വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ് കരുണയെല്ലാം. അങ്ങനെ കമലേശ്വരത്തോട്ട് കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളാരും വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദുർഗ ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. അതേ പിന്നെ എൻ്റെ അമ്മാവനെയും കരുണയുടെ അച്ഛനെയും ആരോ തല്ലിച്ചതച്ചിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കരുണ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അയ്യോ, എൻ്റെ അച്ഛനെ ആരാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് കരുണ കരയുന്നുണ്ട്. ഏതായാലും ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാൻ പറയുന്നുണ്ട് കരുണയോട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് എന്തൊരു കാലക്കേടാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ വരുന്ന കാലന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനകത്തോട്ട് പോകുന്നുണ്ട്. പിന്നീട് കരുണ വളരെ സങ്കടത്തോടു കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്ത് പറ്റി അച്ഛാ, എന്താ എൻ്റെ അച്ഛന് എന്ത് പറ്റിയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കരുണ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ പ്രതാപനെ കാണുകയാണ്. പ്രതാപൻ പറയുന്നു, പറയണ്ട മോളെ, ഇപ്പോൾ ഉള്ള കുട്ടികൾ പറയുന്ന പോലെ പഞ്ഞിപ്പരുവത്തിലാക്കിയിട്ടിരിക്കുന്നതാണ് എന്നെ, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഏതായാലും എന്നെ അത്രയൊന്നും ഉപദ്രവിച്ചില്ല. പിന്നെ പ്രതാപനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് കൊണ്ട് എന്നെ കുറച്ചേ ഉപദ്രവിച്ചിട്ടുള്ളൂ. എന്നാലും എൻ്റെ കൈക്കൊക്കെ ഒരു ചതവും ഒടിവൊക്കെ ഉണ്ടെന്ന് വാമദേവനും പറയുകയാണ്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതെങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അത് കണ്ണേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ കണ്ണനാണോ നമ്മളെ കൊട്ടേഷൻ തന്ന് ഈ പരുവത്തിലാക്കിയതെന്നൊക്കെ വാമദേവനും പ്രതാപനും പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണയ്ക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത് പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇവിടെ ഹോസ്പിറ്റലുകാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, പോലീസ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നു, എന്നാൽ അവർ വരുമ്പോൾ പറയണം, കണ്ണേട്ടൻ്റെ പേര് വേണം പറയാൻ, ഞങ്ങൾക്ക് സംശയം കണ്ണനെയാണെന്നൊക്കെ പറയണം അച്ഛാന്ന് പറയുകയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അത് വേണ്ട, അത് പോലീസിനോടൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ കൊടുത്ത കാര്യം കണ്ണനും എല്ലാം അറിയും, അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് അവരറിയാതിരുന്നാൽ മതിയെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അതിനിടയിൽ മഹി മാർക്കോനെ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ മാർക്കോ തിരിച്ച് മഹിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അവരെ എന്തിനാണ് തല്ലിച്ചതച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചില്ലേ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊല്ലാനായിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നത് അവരാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ തല്ലിച്ചതച്ചതെന്ന് പറയുന്നു. എനിക്ക് നിങ്ങളെ രണ്ടുപേരും നന്നായിട്ടറിയാം, നിങ്ങൾ പാവങ്ങളാണെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് അവർക്കിട്ട് തന്നെ 2 കൊടുക്കാമെന്ന് വിചാരിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ എന്താണ് ഫോൺ വിളിച്ചാലൊന്നും എടുക്കാത്തത്, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല, അതിനൊക്കെ ഒരു സമയം വരുന്നുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ഈ വിവരങ്ങളെല്ലാം മഹി കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മളെ രക്ഷകനായിട്ട് വന്ന ഒരാളാണ്, അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട്. പിന്നീട് മഹി വളരെ ദേഷ്യത്തോടു കൂടി പ്രതാപനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ നിങ്ങളാ ശ്രമിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ തക്കതായിട്ടുള്ളൊരു മറുപടിയാണിത്, ഇതിൽ കൂടുതലൊരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പ്രതാപനെ. എൻ്റെ കണ്ണേട്ടനെ നിങ്ങൾ എത്ര പ്രാവശ്യമാണ് പല രീതിക്ക് ഉപദ്രവിച്ചിരിക്കുന്നത്, ഇനി ഇങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയല്ല പ്രതികരിക്കുന്നത്, എൻ്റെ സ്വഭാവം തന്നെ മാറും, പഴയ മഹാലക്ഷ്മി ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കോപത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ വളരെ പ്രശംസിക്കുന്നുണ്ട് മഹിയെ, താനിപ്പോഴാണ് പിന്നെ കമലേശ്വരത്തെ കണ്ണൻ്റെ ഭാര്യ ആയതെന്നും ഇനി ഇങ്ങനെ തന്നെ വേണം തൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ, ആരെടുത്തും ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കരുത്, തക്കതായ മറുപടി എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിയെ വളരെയേറെ പ്രശംസിക്കുകയാണ് കണ്ണൻ. ഹോസ്പിറ്റലിൽ വിളിച്ച പിന്നെ അച്ഛനെ വഴക്ക് പറഞ്ഞതിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കരുണ കമലേശ്വരത്ത് എത്തുന്നത്. മഹിയെ 2 പറയാൻ വേണ്ടി മാത്രം കരുണ മഹിയെ അടുത്ത് ചെന്നിട്ട് മഹിയോട് പറയുന്നു, നീ ആരാടി, നീ ആരാന്നാ നിൻ്റെ വിചാരം, നീ എൻ്റെ അച്ഛനെ ചീത്ത വിളിക്കുമല്ലേ, നിനക്ക് അവിടം വരെയൊക്കെ ആയോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണ തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടനെ ആര് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അത് ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല, എൻ്റെ കണ്ണേട്ടനെ എന്ത് ചെയ്യാൻ ആര് ശ്രമിച്ചാലും ഞാൻ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും അവർക്ക് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യും, അതുകൊണ്ട് അതെന്ന് അറിഞ്ഞുകൊണ്ട് ആരും ഇവിടെ തുള്ളിച്ചാടുകയൊന്നും വേണ്ട, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയോടും ദുർഗയോടും ഉണ്ണിയോടുമെല്ലാം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് മഹി അകത്തോട്ട് പോവുകയാണ്. ഇനിയുള്ള പുതിയൊരു ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.